നമസ്കാരം. അന്താരാഷ്ട്ര വനിതാ ദിനമായിട്ടും സ്ത്രീപീഡന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കമാന്നൊരക്ഷരം മിണ്ടാതിരുന്ന മന്ത്രിമാർക്ക് സംസാരശേഷി തിരിച്ചു കിട്ടണമേ എന്ന ആശംസകളുമായി ഇന്നത്തെ ഡെമോക്രസി തുടങ്ങുന്നു. ആദ്യം പ്രധാന പെൺപുലി ഗർജനങ്ങൾ. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ നിയമസഭയിൽ നിന്ന് സ്ത്രീ സുരക്ഷയ്ക്കായുള്ള സമ്മോഹന വാഗ്ദാനങ്ങൾ ഉയരുമെന്ന് ആരെങ്കിലും കരുതിയെങ്കിൽ അതെല്ലാം തെറ്റിയ ദിവസമായിരുന്നു ഇന്ന്. കേരളമെങ്ങും സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നതിനെക്കുറിച്ചുള്ള ഓരോ ചോദ്യത്തിനും മന്ത്രിമാർ വായിൽ കോലിട്ട് കുത്തിയിട്ടും മറുപടി പറയാത്ത അവസ്ഥ. മിണ്ട് മിണ്ട് എന്ന് പറഞ്ഞിട്ടും നീ മിണ്ട് എന്ന അവസ്ഥ. സംസാരശേഷി നഷ്ടപ്പെട്ട മന്ത്രിമാരുടെ വായിലേക്ക് സ്പീക്കർ റൂളിങ്ങിൻ്റെ റൂൾ തടി കയറ്റണം എന്ന് പറയേണ്ടി വന്നു സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറയാൻ സർവ്വതായോഗ്യനായ കെ മുരളീധരന്. സർ, ഇവിടെ ഇന്ന് ഈ ലോക വനിതാ ദിനത്തിൽ എന്ത് പറയുമ്പോഴും കഴിഞ്ഞാണ് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എല്ലാം ശരിയാക്കാന്ന് പറഞ്ഞ അധികാരത്തിൽ വന്നവരല്ലേ സാർ? ഇതാണോ ശരിയാക്കുന്നത്? ഇങ്ങനെയാണോ സ്ത്രീകളെ ശരിയാക്കുകയാണോ? കുട്ടികളെ ശരിയാക്കുകയാണോ? പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ ശരിയാക്കുകയാണോ സാർ ഈ സർക്കാരിന്റെ ജോലി? സാർ, ഞാൻ വിനയപൂർവ്വം ചോദിക്കട്ടെ സാർ, ഇവിടെ ഒരു കുട്ടി മരിച്ച് ഒരു സ്ത്രീയെ പീഡിപ്പിച്ച് മരണപ്പെട്ടതിന് ഒരു DGPയെ മാറ്റിയ ഗവൺമെന്റിന് എന്തുകൊണ്ട് ഇത്രയും പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഒരു DGPയെ? സാർ, മറ്റൊന്ന് ചോദിക്കട്ടെ, ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ വളരെ ആവേശത്തോടെ പറഞ്ഞു, ആകാശത്തിൽ ഒളിഞ്ഞിരിക്കുന്ന കരിമേഘങ്ങളെ റഡാർ വെച്ച് കണ്ടുപിടിച്ച് രാസപ്രയോഗത്തിലൂടെ മഴപെയ്യിക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് ഈ പാവപ്പെട്ട പെൺകുട്ടികളെ അവിടെ പിച്ച് ചെയ്യുമ്പോ കാഴ്ചക്കാരായി നോക്കിയിരിക്കുന്ന ശരിയാണോ സാർ? അതുകൊണ്ട് പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു, സ്ത്രീകൾക്ക് രക്ഷയില്ല, സ്ത്രീകൾക്ക് മാനവും മര്യാദയും നഷ്ടപ്പെടുന്ന ഈ സാഹചര്യം ഈ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ഞാൻ ശക്തമായിട്ട് ആവശ്യപ്പെടുക. നിയമസഭയിൽ മന്ത്രിമാർ ഇങ്ങനെ മിണ്ടാവ്രതമനുഷ്ഠിച്ചെങ്കിലും അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ കേരളീയ സ്ത്രീശക്തിയുടെ പുതിയ അവതാരമായി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അവരോധിക്കപ്പെട്ടിരിക്കുന്ന മഞ്ജു വാര്യർ തട്ടമിട്ട് കമലാ സുരയ്യയുടെ ഭാവി വേഷ പകർച്ചയുമായി സൈറ ബാനുവായി നിറഞ്ഞാടിയ ദിവസമായിരുന്നു ഇന്ന്. പുതിയ കാലത്ത് സിനിമകൾ വിജയിക്കണമെങ്കിൽ നായകന്മാർക്കും നായികമാർക്കും ഇപ്പോൾ ക്യാമ്പസുകളിൽ കയറി സ്റ്റേജ് ഷോകൾ കൂടി നടത്തിയാലേ രക്ഷയുള്ളൂ എന്ന അവസ്ഥയാണ്. അതുകൊണ്ട് വനിതാ ദിനം കൂടിയായപ്പോൾ തൃശ്ശൂർ വിമല കോളേജിലേക്ക് സൈറ ബാനുവായി മഞ്ജു കയറി വന്നു. വനിതാ ദിനത്തിൽ നടന്നതായതുകൊണ്ട് ഇനി വിദ്യാർത്ഥിനികളും മഞ്ജുവും തമ്മിലാകട്ടെ സംഭാഷണങ്ങൾ. വലിയ സന്ദേശത്തെ ഇവിടെ പ്രാവർത്തികമാക്കിക്കൊണ്ട് ഇവിടുത്തെ നിങ്ങൾ മിടുക്കിമാരായിട്ടുള്ള എല്ലാ സുന്ദരി കുട്ടികളും ഇന്ന്, പക്ഷേ ഞാനത് കാണുന്നത് വേറൊരു തരത്തിലാണ്. ഇപ്പോൾ രക്തദാനം ചെയ്യാൻ അല്ലെങ്കിൽ മുടി മുറിച്ച് നൽകാൻ അങ്ങനെയുള്ള എന്ത് നല്ല കാര്യം ചെയ്യാനും വലിയൊരു മനസ്സ് വേണം. അതായത് ഒരു സഹജീവിയുടെ വേദന കാണാനും സങ്കടം മനസ്സിലാക്കാനുമുള്ള ഒരു അലിവുള്ള മനസ്സ്. ആ അലിവുള്ള മനസ്സാണ് ഒരു പെൺകുട്ടിയെ കൂടുതൽ സുന്ദരിയാക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് ഇവിടെ കൂടുതൽ സുന്ദരികളായി തീർന്നിരിക്കുന്ന ഓരോ പെൺകുട്ടിക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനം അറിയിക്കുകയാണ്. ഈ ഒരു സന്തോഷത്തിന്റെ കൂടെ എനിക്കിവിടെ ഒരുപാട് സൈറ ബാനുമാരെ കാണാം. സൈറ ബാനുവും സുന്ദരിയാണ് അവളുടേതായിട്ടുള്ള രീതിയിൽ, അവളുടേതായിട്ടുള്ള ചെറിയ ലോകത്ത് സൈറ ബാനുവും സന്തോഷവതിയായി സുന്ദരിയായി കഴിയുന്നു. ഇന്ന് വേദിയിൽ എന്നോടൊപ്പം ഉള്ളത് സൈറ ബാനുവിന്റെ ലോകത്ത് ജീവിക്കുന്ന കുറച്ചു പേരും സൈറ ബാനുവിന്റെ ലോകം സൃഷ്ടിച്ച കുറച്ചു പേരുമാണ്. എന്തായാലും ഞങ്ങൾക്ക് തന്ന ഈ ഒരു വരവേൽപ്പും ഈ കയ്യടിയും പ്രോത്സാഹനവും ഒക്കെ മാത്രമാണ് ഞങ്ങളുടെ ശക്തി. ഇത് ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടാവണം എന്ന് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. ഈ സ്നേഹവും പ്രോത്സാഹനവും ഒക്കെ എന്നും തിരിച്ചങ്ങോട്ട് നൽകാൻ അതിലും 100 മടങ്ങ് സ്നേഹമല്ലാതെ മറ്റൊന്നും എൻ്റെ കയ്യിലില്ല. എല്ലാവർക്കും ഇനിയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് ഇനിയും കൂടുതൽ സുന്ദരിമാരായി തീരുക. അതിനുവേണ്ട എല്ലാ ആശംസകളും ഞാൻ അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് സ്ത്രീകൾ എല്ലാ മേഖലകളിലും വളരെ സജീവമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ദിവസം സ്ത്രീക്കായി കൊടുത്ത് വിമൻസ് ഡേ എന്ന് പറഞ്ഞ് കൊടുത്ത് അങ്ങനെ ഓരോ ദിവസമായിട്ട് കൊടുത്ത് ആചരിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ ഇപ്പൊ നിങ്ങളുടെ അധ്യാപിക ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു ഒരു ദിനം മാത്രം, എല്ലാ ദിനവും എല്ലാവരുടേതുമാകട്ടെ എന്നുള്ളത്. ആ ഒരു തത്വത്തിൽ എനിക്ക് വിശ്വസിക്കാൻ തോന്നുന്നു. അത് മാത്രമല്ല, ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് എൻ്റെ അടുത്ത് ഒരുപാട് പേര്
ഈ ഒരു മാർച്ച് 8 വനിതാ ദിനം എന്നുള്ള ഒരു സങ്കല്പമുള്ളത് കാരണം ചുരുങ്ങിയത് ഒരു 100 സ്ഥലത്തേക്കെങ്കിലും വനിതാ ദിനത്തിൻ്റെ അതിഥിയായിട്ടും അല്ലെങ്കിൽ വനിതാ ദിനത്തിൻ്റെ ആശംസ പറയൂ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് എന്നെ സമീപിച്ചിരുന്നു. പക്ഷേ ഈ വർഷം എനിക്ക് ഒന്നും ചെയ്യാൻ തോന്നിയില്ല. കാരണം അങ്ങനെ ഒരു വനിതാ ദിനം ആഘോഷിക്കേണ്ട ഒരു മാനസികാവസ്ഥയിലാണ് നമ്മളെല്ലാം എന്നുള്ളത് എനിക്ക് തോന്നിയില്ല. നമ്മൾ അറിയാം, ഇപ്പോഴത്തെ സാമൂഹിക ചുറ്റുപാടുകളും എല്ലാം നമ്മളെല്ലാവരും വളരെ അവെയറാണ് അതിനെക്കുറിച്ച്. അപ്പോൾ എനിക്ക് ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാനിവിടെ സന്തോഷവതിയാണ്, സുരക്ഷിതയാണ് എന്ന് എനിക്ക് തോന്നുന്നു, അന്നേ ഞാൻ ഇനി ഒരു വനിതാ ദിനം ആശംസ എല്ലാവർക്കുമായിട്ട് പറയും. അത് മാത്രമല്ല, ഇപ്പോൾ എല്ലാ ദിനങ്ങളും എല്ലാവരുടേതുമാണ് എന്നുള്ള തത്വത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഇപ്പോൾ നല്ലത്. മാം ഒരു നീണ്ട 14 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും ഇൻഡസ്ട്രിയിൽ സജീവമായിട്ടുള്ളത്. നമുക്കറിയാം ആനുവൽ ദിനം നമ്മുടെ ചുറ്റുപാടും ടെക്നോളജിക്കലായി കുറേ അഡ്വാൻസ്മെന്റ്സ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫിലിം ഇൻഡസ്ട്രിയിൽ കുറേ മാറ്റങ്ങൾ ടെക്നിക്കലി ആസ്പെക്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് സോഷ്യലി അല്ലെങ്കിൽ ഇമോഷണലി റിലേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇൻഡസ്ട്രിയിൽ വന്നതായി മാമിന് ഫീൽ ചെയ്യുന്നത്? ഇപ്പം എന്താ വ്യത്യാസം വന്നിരിക്കണമെന്ന് പറയാനുള്ള അറിവ് എനിക്കില്ല. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് ഇപ്പോൾ ഒരു സിനിമാ കുടുംബം എന്ന് പറയുന്നത് പണ്ട് എത്രമാത്രം എനിക്കൊരു സുരക്ഷിതത്വം തന്നിരുന്നോ അതിലും സ്നേഹത്തോടെയാണ് രണ്ടാമത് ഞാൻ തിരിച്ചു വന്നപ്പോഴും എന്നെ 2 കൈയും നീട്ടി സ്വീകരിച്ചത്. അപ്പം ഞാൻ ജോലി ചെയ്തിരിക്കുന്ന ഏതൊരു സിനിമയാണെങ്കിൽ പോലും എനിക്ക് അന്നത്തെ പോലെ തന്നെയുള്ള അതേ ഒരു ഊഷ്മളതയും ഒരു സ്നേഹവും പരസ്പര സഹകരണത്തിൻ്റെ ഒരു അന്തരീക്ഷവും ഒക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ സിനിമയിലാണെങ്കിൽ പോലും ഞങ്ങൾ എല്ലാവരും ഒരു കുടുംബം പോലെയാണ്. ഒരു 1.5 മാസത്തോളം ഞങ്ങൾ ഇതിൻ്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയതും. അപ്പോൾ ഞങ്ങൾക്ക് ഇതിലുണ്ടായ ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ആണ് ഈ സിനിമയിൽ കൂടെ പ്രതിഫലിക്കാൻ പോകുന്നത്. മറ്റ് സിനിമയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ അത് വളരെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. ഇപ്പോൾ ഒരുപക്ഷെ 70കളിലും ഒക്കെയുള്ള സിനിമകളല്ല 80കളിലും 90കളിലും ഒക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള സ്വാഭാവികമായ മാറ്റങ്ങൾ, സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സ്വാഭാവികമായും സിനിമയിലും സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും എന്താ പറയുക, അത് നമ്മുടെ ചെയ്യുന്ന ജോലിയുടെ ഒരു പാഷനെ ഒന്നും ഒരിക്കലും അത് ബാധിച്ചിട്ടില്ല. പണ്ടത്തെക്കാളും ആത്മാർത്ഥമായും പാഷനോടും കൂടി തന്നെയാണ് ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത്. മാം നൃത്തരംഗത്ത് നിന്നാണ് സിനിമയിലേക്ക് വന്നത്. പിന്നീട് ഈ ഇത്രയും വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഇപ്പോൾ 2ാം വരവ് വന്നപ്പോഴും നൃത്തത്തെ കൂടെ തന്നെ കൊണ്ടുപോകുന്നു. എങ്ങനെയാണ് നൃത്തവും അഭിനയവും തമ്മിലുള്ള ഈ ഒരു കോമ്പിനേഷൻ ഇത്ര വിജയകരമായിട്ട് വർക്ക് ചെയ്യുന്നത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും? നമുക്ക് ഉറപ്പല്ല, അത് വിശ്വസിക്കുന്നവരാണ് ഇവിടെയുള്ള എല്ലാവരും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ഇഷ്ടപ്പെടുന്ന 2 കാര്യങ്ങളാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കുന്നത്. ഒന്ന് നൃത്തവും, ഒന്ന് അഭിനയവും. രണ്ടും തമ്മിലുള്ള കോമ്പിനേഷൻ രണ്ടും തമ്മിൽ കമ്പൈൻ ചെയ്യേണ്ട ഒരു ആവശ്യം എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. നൃത്തം വേറെയാണ്, സിനിമ വേറെയാണ്. നൃത്തത്തിൽ നിന്ന് കിട്ടുന്ന സന്തോഷവും നൃത്തത്തിന് വേണ്ടി എടുക്കുന്ന പരിശ്രമവും വ്യത്യസ്തമാണ്. അതേപോലെ തന്നെയാണ് സിനിമയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമവും അതിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തിയും വേറെയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ദൈവാനുഗ്രഹം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇപ്പോൾ നൃത്തം എന്നെ പഠിപ്പിക്കാൻ നല്ലൊരു ഗുരുവുണ്ട്, എൻ്റെ കൂടെ ഒരു കൂട്ടം കലാകാരന്മാരുണ്ട് നൃത്തം നന്നായി അവതരിപ്പിക്കാൻ എൻ്റെ കൂടെ ശക്തിയായി നിൽക്കുന്നത്. അതേപോലെ എന്നെ സ്നേഹിക്കാൻ സിനിമയിലെ ഒരുപാട് നല്ല ആളുകളും ഉണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഭാഗ്യവതിയാണ്. ദൈവത്തിന് നന്ദി മാത്രം പറയുന്നു. ഇത് രണ്ടും ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഞങ്ങൾ സ്ത്രീകൾ എപ്പോഴും റിസർവേഷന് വേണ്ടി വാദിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഈക്വാലിറ്റിക്ക് വേണ്ടി വാദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞ ഇതിലൊരു വൈരുദ്ധ്യാത്മകതയില്ലേ? നമുക്ക് ഒരു അസുഖം വന്നത്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനൊരു അസുഖം വന്നത് രാത്രിയാണ്, ഒരു അർദ്ധരാത്രിയാണെന്നുണ്ടെങ്കിൽ അച്ഛനെയും കൊണ്ട് ധൈര്യമായിട്ട് വണ്ടിയെടുത്ത് ആശുപത്രി വരെ പോകാനുള്ള ഒരു ധൈര്യം, അതിനുള്ളൊരു സാമൂഹിക അന്തരീക്ഷം, അതിനാണ് ഈ ഒരു സമത്വം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം, ആ ഒരു സാമൂഹിക അന്തരീക്ഷം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ത്രീകൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അത് പല അവസരങ്ങളിലും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതാണ് ഇപ്പൊ ഒരു സ്ത്രീക്ക് സുരക്ഷിതമായി സന്തോഷമായി ഈ സമൂഹത്തിൽ കഴിയാനുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് സ്ത്രീ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. മഞ്ജു വാര്യരിൽ നിന്ന് ഇനി നേരെ ഗൗരിയമ്മയുടെ വീട്ടുമുറ്റത്തേക്ക്. പ്രണയവിവാഹവും വിവാഹമോചനവും ഓർമ്മകളിൽ തിരയടിച്ച് വനിതാ ദിനാഘോഷം. ഇടവേളയ്ക്ക് ശേഷം.